നമസ്കാരം. ഛത്തീസ്ഗഡിലെ മഡഗോൺ ഗ്രാമത്തിലുള്ള മനീഷ് ബിസി എന്ന യുവാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വപ്നലോകത്തായിരുന്നു. രാജ്യാന്തര ക്രിക്കറ്റിലെ മുൻനിര താരങ്ങൾ തന്റെ ഫോണിലേക്ക് നേരിട്ട് വിളിച്ചതും അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞതുമൊക്കെ നാട്ടുകാരോട് വിവരിക്കുമ്പോൾ ഇപ്പോഴും മനീഷിന്റെ ആവേശം വിട്ടിട്ടില്ല. വിരാട് കോഹ്ലിയുമായി ജീവിതത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് കരുതിയില്ലെന്നും താനൊരു കടുത്ത കോഹ്ലി ആരാധകനാണെന്നും മനീഷ് പറയുന്നു. സൂപ്പർ താരങ്ങൾ തന്നോട് സംസാരിച്ച വിവരങ്ങൾ പങ്കുവെക്കുകയാണ് മനീഷ് ഇപ്പോൾ. നാട്ടിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് പുതിയ സിം കാർഡ് എടുക്കുന്നു. പിന്നീട് സംഭവിച്ചത് സിനിമാ കഥയെ വെല്ലുന്ന കാര്യങ്ങളായിരുന്നു. നേരെ മിരട്ടി വെളുത്തപ്പോൾ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളുടെ കോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചതിന്റെ ഞെട്ടൽ മനീഷിനെ വിട്ടുമാറിയിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോഴേക്കും എലീറ്റ് കോൾ ലിസ്റ്റിൽ നിന്നും മനീഷ് പുറത്തായി. പുതുതായി എടുത്ത ജിയോ സിം കാർഡ് ഇട്ട് അതിൽ വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ രജിത് പട്ടീദാറിന്റെ മുഖം തെളിഞ്ഞിരുന്നുവെങ്കിലും മനീഷ് കരുതിയില്ല തനിക്ക് ലഭിക്കാൻ പോകുന്നത് അസുലഭ നിമിഷങ്ങളായിരിക്കുമെന്ന്. ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അതൊരു തമാശയായി മാത്രമാണ് അപ്പോൾ അവർ അതിനെ കണ്ടത്. നാട്ടുമ്പുറത്തുകാരനായ മനീഷിനെ പിന്നീട് വിളിച്ചവരാരും ചില്ലറക്കാരായിരുന്നില്ല. ലോക ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായിരുന്നു. വിരാട് കോഹ്ലിയും എബി ഡി വില്ലിയേഴ്സും സിം കാർഡിന് ഉടമ കൂടിയായിരുന്ന രജിത് പാട്ടിദാറും എല്ലാം അക്കൂട്ടത്തിലുണ്ട്. നമ്പറിലേക്ക് തുടരെ വിളികൾ വന്നു തുടങ്ങി. ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളുടെ പേരിലാണ് വിളികൾ വന്നത്. കോഹ്ലി, ഡി വില്ലിയേഴ്സ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെയും പ്രാദേശിക താരങ്ങളുടെയും പല കോളുകൾ ഫോണിലേക്ക് തുരതുരെ വന്നു. സുഹൃത്തുക്കൾ വിളിച്ച് പറ്റിക്കുകയാണെന്നായിരുന്നു മനീഷ് കരുതിയത്. പുതുതായി എടുത്ത സിം കാർഡിലേക്ക് വിരാട് കോഹ്ലിയും ഡി വില്ലിയേഴ്സും എല്ലാം വിളിക്കുകയും വാട്സപ്പിൽ സന്ദേശം അയക്കുകയെല്ലാം ചെയ്തപ്പോൾ മനീഷ് ബിസിയും സുഹൃത്ത് കേംരാജും ആദ്യം കരുതിയത് തങ്ങളെ ആരും പറ്റിക്കുകയാണെന്നാണ്. എന്നാൽ പിന്നീടാണ് വിളിക്കുന്നത് യഥാർത്ഥ കോഹ്ലിയും ഡി വില്ലിയേഴ്സുമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. RCB നായകൻ രജിത് പാട്ടിദാർ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് കുറച്ചു കാലം ഉപയോഗിക്കാതിരുന്നതിനെ തുടർന്ന് പുതിയ ഉപയോക്താവിന് അതേ നമ്പർ സർവീസ് പ്രൊവൈഡർ അനുവദിക്കുകയായിരുന്നു. എന്നാൽ രജിത് പാട്ടിദാർ നമ്പർ മാറ്റിയത് അറിയാതിരുന്ന കോഹ്ലിയും ഡി വില്ലിയേഴ്സും യാഷ് ദയാലും എല്ലാം ഈ നമ്പറിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി വിളിച്ചപ്പോൾ ചോദിച്ചത് നീ എന്തിനാണ് രജിത് പാട്ടിദാറിന്റെ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു. യാഷ് ദയാലും ഇത് തന്നെയാണ് എന്നോട് ചോദിച്ചത്. എബി ഡി വില്ലിയേഴ്സ് വിളിച്ചപ്പോൾ ഇംഗ്ലീഷിൽ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഛത്തീസ്ഗഡിലെ ഗരീബാദ് ജില്ലയിലെ മഡ്ഗാവ് ഗ്രാമത്തിലുള്ള കർഷകനായ ഗജേന്ദ്ര ബിസിയുടെ മകനായ മനീഷ് ബിസി സമീപത്തെ ഒരു കടയിൽ നിന്നാണ് ജിയോ സിം കാർഡ് എടുത്തത്. എന്നാൽ ഇത് മുമ്പ് RCB നായകൻ രജിത് പാട്ടിദാർ ഉപയോഗിച്ചിരുന്ന നമ്പറായിരുന്നു. ഇത് മനീഷിന് അറിയില്ലായിരുന്നു. പിന്നീട് തുടർച്ചയായി സൂപ്പർ താരങ്ങളുടെ വിളിയെത്തിയപ്പോഴാണ് മനീഷിനും കാര്യങ്ങൾ മനസ്സിലായത്. കോഹ്ലിയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ധോണിയാണെന്ന മറുപടിയാണ് മനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യങ്ങൾ തമാശയായി പോകുന്നതിനിടെ ജൂലൈ 15-ന് മനീഷിന്റെ ഫോണിലേക്ക് രജിത് പാട്ടിദാർ തന്നെ വിളിച്ചു. അദ്ദേഹം തന്റെ പേര് രജിത് പാട്ടിദാർ ആണെന്നും മറ്റു മാന്യമായി തന്നെ വ്യക്തമാക്കി. മനീഷ് ഉപയോഗിക്കുന്ന നമ്പർ മുൻപ് താൻ ഉപയോഗിച്ചതാണെന്നും അത് തിരിച്ചു നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരമുള്ള വിളികൾ പതിവായതിനാൽ മനീഷ് താൻ ധോണിയാണെന്ന മറുപടിയാണ് അപ്പോഴും നൽകിയത്. എന്നാൽ നമ്പർ നഷ്ടപ്പെട്ടത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പാട്ടിദാർ മനീഷിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അടുത്ത സുഹൃത്തുക്കളുടെയും പരിശീലകരുടെയും കൈവശമുള്ളത് ഈ നമ്പറാണെന്നും അത് തിരിച്ചു കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കുമെന്നും പാട്ടിദാർ മനീഷിനോട് പറയുന്നുണ്ടെങ്കിലും അപ്പോഴും തമാശയായി മാത്രമാണ് മനീഷ് കാര്യങ്ങൾ കണ്ടത്. പക്ഷേ ഫോണിന്റെ മറുഭാഗത്തുള്ള ആളുടെ ശബ്ദം പിന്നീട് മാറി. പോലീസിനെ അയക്കുമെന്ന് പറഞ്ഞാണ് മനീഷിനെ വിളിച്ച ആൾ ഫോൺ കട്ടാക്കിയത്. തൊട്ടു പിന്നാലെ പോലീസ് വീടിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. മനീഷ് അത്രയും ദിവസം സംസാരിച്ചത് കോഹ്ലി, ഡി വില്ലിയേഴ്സ്, രജിത് പാട്ടിദാർ ഉൾപ്പെടെയുള്ള താരങ്ങളോട് തന്നെയായിരുന്നു. കഴിഞ്ഞ മാസം 15-നാണ് രജിത് പാട്ടിദാർ വിളിച്ച് തന്റെ സിം കാർഡ് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോഴും തങ്ങൾ അതൊരു തമാശയായിട്ടാണ് കരുതിയതെന്ന് മനീഷ് പറഞ്ഞു. എന്നാൽ സിം കാർഡ് നൽകിയില്ലെങ്കിൽ പോലീസിനെ വീട്ടിലേക്ക് അയക്കുമെന്ന് രജിത് പാട്ടിദാർ പറഞ്ഞപ്പോഴാണ് സംഗതി സീരിയസ് ആണെന്ന് വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. രജിത് പാട്ടിദാർ മധ്യപ്രദേശ് സൈബർ സെല്ലിന് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് മനീഷിനും സുഹൃത്തിനും സംഗതികളുടെ കിടപ്പ് മനസ്സിലായത്. രജിത് പാട്ടിദാറിന്റെ അപേക്ഷ പ്രകാരം സിം കാർഡ് തിരികെ നൽകേണ്ടി വന്നെങ്കിലും തങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലെന്നും ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളുമായി സംസാരിക്കാനായത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും മനീഷ് പറയുന്നു.